ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ കുറേ നാളായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു വെണ്ടയ്ക്ക മസാല വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതാ കുറച്ച് ഒരു 3-4 ചുവട് വെണ്ടേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് കായ്ക്കും. അപ്പോൾ അതൊക്കെ മഴ കാരണം പുഴുക്കളൊക്കെ വന്നിട്ട് ആകെ നാശമാവാൻ തുടങ്ങി. എന്നാലും വെണ്ടയ്ക്കൊക്കെ കിട്ടി കേട്ടോ. ഒരു ഉപ്പേരിക്കുള്ള വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ അതുപോലെ ചെറുതായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക. അപ്പോൾ അത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അവിടെ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുഞ്ഞുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. സവാള ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഗരം മസാലയാണെങ്കിലും ചിക്കൻ മസാലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ മസാലയും കൂടെ ഇടുമ്പോഴാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് വരിക. അപ്പോൾ മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉടഞ്ഞു പോണ രീതിയിൽ ഇളക്കരുത്. ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കണം. അപ്പോഴേ ആ ഒരു വഴുവഴുപ്പ് മാറിക്കിട്ടുള്ളൂ കേട്ടോ. മൂടി വെക്കണ്ട. മൂടി വെച്ചാൽ ചിലപ്പോൾ അതിങ്ങനെ കുഴഞ്ഞ പോലെയാവും. അപ്പോൾ മൂടി വെക്കാതെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. ഇതുപോലെ വെണ്ടയ്ക്ക മസാല. ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും വഴുവഴുപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.